ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ നമ്മുടെ പൂർണ്ണിമ വീടിനകത്തേക്ക് കയറി വരുമ്പോൾ സേതുവും പല്ലവി അവിടെയുണ്ട്. അവർ രണ്ടുപേരും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക. അപ്പോൾ അമ്പലത്തിൽ പോയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അമ്മയും മോനും കൂടെ പറഞ്ഞു. ആ സമയത്ത് കല്യാണത്തിൻ്റെ കാര്യങ്ങൾ പ്രതാപം പറഞ്ഞ കാര്യം പൂർണ്ണിമ പറയുവാണ്. കല്യാണം നടത്താൻ നീ എന്താ ഉദ്ദേശിച്ചിരിക്കുന്നത്? നിൻ്റെ കയ്യിൽ കാശ് വല്ലതും ഉണ്ടോ എന്ന് അമ്മ ചോദിച്ചു. നിൻ്റെ കയ്യിൽ പൈസയൊന്നും ഇല്ലെന്ന് എനിക്ക് അറിയാവുന്നു. അതേ നാവുകൊണ്ട് തന്നെ അമ്മ പറയുകയും ചെയ്തു. പിന്നെ കല്യാണം അതൊന്നും അമ്മയെ ഓർത്ത് വിഷമിക്കേണ്ടെന്ന് സേതു പറയുമ്പോൾ, അതെ കല്യാണം നടത്താൻ വേണ്ടി കടമൊന്നും നീ വാങ്ങിച്ചേക്കരുത്, ടെക്സ്റ്റൈൽസിൻ്റെ അക്കൗണ്ടിൽ നിന്ന് എത്ര രൂപയാണെന്ന് വെച്ചാൽ നീ പിൻവലിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ സേതു ഇങ്ങനെ അമ്മയെ നോക്കുക കേട്ടോ. അതുപോലെ തന്നെ പല്ലവിയും അറിയാമല്ലോ, ആളൊരു ദുരഭിമാനിയാണെന്നുള്ള കാര്യം. അതുകൊണ്ട് സ്വന്തം കയ്യിലെ കാശുകൊണ്ട് കല്യാണം നടത്താനൊക്കെ നോക്കും, പക്ഷെ സമ്മതിച്ചേക്കരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ശ്രദ്ധിച്ചോളാം അമ്മേ എന്ന് പൂർണിമയോട് പല്ലവി പറയാം. അച്ഛൻ ജീവിച്ചിരുന്നെങ്കിൽ ഇതിൻ്റെ ഒന്നും യാതൊരു ആവശ്യം ഉണ്ടാകുമായിരുന്നില്ല എന്ന് പൂർണിമ അന്നേരം സേതുവിനോട് പറയാം. അദ്ദേഹം മരിച്ചതിൻ്റെ കുറവ് കാണാനുണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞാൽ പിന്നെ തീർന്നില്ലേ മോനെ എല്ലാം. അതുകൊണ്ട് നീ എല്ലാം നോക്കിയും കണ്ടും ചെയ്യണം, അതിനൊന്നും അവസരം കൊടുക്കരുതെന്ന് പറഞ്ഞു. അപ്പം ഞാനെല്ലാം നോക്കിക്കോളാം അമ്മയെന്ന് അവിടെ സേതു പറയാം. അങ്ങനെ പൂർണ്ണിമ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ പല്ലവിയും സേതുവും കൂടി ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ പോയ പൂർണ്ണിമ വന്നിട്ട് പറഞ്ഞു, അതെ ആ പ്രതാപൻ വിളിയോട് വിളിയാ, എത്ര രൂപ സ്ത്രീധനം കിട്ടുമെന്നുള്ളൊരു ഇത് അവൻ അറിയാൻ വേണ്ടിയിട്ട് അവൻ ഓടി നടക്കുക. അപ്പം ഞാനൊന്നും അവനോട് വിട്ടു പറഞ്ഞിട്ടില്ല ഇതുവരെ എന്ന് പൂർണ്ണിമ പറഞ്ഞു. എങ്കിലും ലാഭം മാത്രം നോക്കുന്ന ഒരു മനസ്സ് അത് ശരിയല്ലല്ലോ മോനെ ആർക്കും. അപ്പം ചോദിക്കാനാണെങ്കിലും നമുക്കും ചോദിക്കാനുണ്ടല്ലോ അമ്മേ ചോദ്യങ്ങൾ. കല്യാണം വരെ നിശ്ചയിച്ചു, എന്നിട്ടും നിഖിലിൻ്റെ വീട്ടുകാർ ഇതുവരെ ഇങ്ങോട്ടൊന്നും വന്നിട്ട് പോലും ഇല്ലല്ലോ. അപ്പോൾ അത് പിന്നെ വീട്ടുകാരുമായിട്ട് സ്വരച്ചേർച്ചയിലല്ലെന്നാണല്ലോ പ്രതാപം പറയുന്നത്. അങ്ങനെ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇവർ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുക. വേണമെങ്കിൽ നമുക്ക് അവനോട് പറയാം, അയ്യോ അതൊന്നും വേണ്ടമ്മേ, അത് പിന്നെ മറ്റൊരു വഴക്കിലേക്ക് എത്തുള്ളൂ, എന്തിനാ നമ്മളായിട്ട് വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു. അച്ചുവിൻ്റെ കല്യാണം ഗംഭീരമായിട്ട് തന്നെ നടത്തണം. സേതുവേട്ടൻ അത് മുന്നിൽ നിന്ന് തന്നെ നടത്തും. ആ ഒരു ഉറപ്പ് പോരെ അമ്മ എല്ലാവർക്കും എന്ന് ചോദിച്ചപ്പം അത് മതി, അത് മാത്രം മതി, എനിക്കിവനെ 100% വിശ്വാസമാണെന്നും പറഞ്ഞ് നമ്മുടെ പൂർണ്ണിമ പറയാം. മാധവേട്ടൻ്റെ മുറിച്ച മുറിയാ ഇവനെന്നും പറഞ്ഞ് ഇവനെല്ലാം ഭംഗിയായി നടത്തുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ടെന്നും പറഞ്ഞ് പൂർണ്ണിമ എന്നിട്ട് സന്തോഷമായിട്ട് നിൽക്കും. എന്നിട്ട് മക്കളുടെ രണ്ടുപേരുടെയും നെറ്റിയിൽ ചന്ദനക്കുറിയൊക്കെ തൊട്ട് കൊടുത്തു. അപ്പോൾ അമ്മയെന്നും പറഞ്ഞ് ചെന്നപ്പോഴത്തേക്കും ആദ്യം എൻ്റെ പല്ലവി മോൾക്ക് എന്നിട്ടേ ഉള്ളൂ നിനക്കെന്നും പറഞ്ഞു പൂർണ്ണിമ ആദ്യം അവിടെ തൊട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അങ്ങ് പോയി സേതുവിനും തൊട്ട് കൊടുത്തിട്ട് സേതു പിന്നെ അവിടെ നിന്ന് പത്രം വായിക്കുന്നു. അപ്പോഴേക്കും പല്ലവി സേതുവിനെ നോക്കിയിട്ട് അങ്ങോട്ടേക്ക് പോവുക. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഇന്ദ്രപ്രസ്ഥം അവിടുത്തെ നമ്മുടെ ചേച്ചിയെയുമാണ്. അപ്പം അമ്മ ഇങ്ങനെ ഇരിക്കും. അമ്മയ്ക്ക് എന്താ കഴിക്കാൻ വേണ്ടതെന്ന് ചോദിച്ചു രാജലക്ഷ്മി. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ഉള്ളത്? അതിന് ഇവിടെയൊന്നുമില്ല അമ്മേ, ഞാൻ പുറത്തുനിന്ന് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഇവിടുത്തെ ജോലിക്കാരിന്ന് വന്നില്ല അമ്മ എന്ന് പറഞ്ഞു. അപ്പോൾ അത് ശരി, കൊള്ളാവല്ലോ, ജോലിക്കാർ വന്നില്ലെങ്കിൽ നിനക്കെന്താ അടുക്കളയിൽ കയറില്ല, കയ്യിലെ വല ദൂരി പോകുമോ എന്ന് അമ്മ ചോദിക്കുക. അപ്പോഴേക്കും വിശ്വൻ ഉടക്കുന്ന എന്തൊക്കെ തപ്പുന്നുണ്ടേ. അപ്പോൾ കുറേ നാളായിട്ട് ഞാനൊന്നും ചെയ്യാറില്ലമ്മേ, സത്യം പറഞ്ഞ ഒരു ചായ ഉണ്ടാക്കാൻ പോലും എനിക്ക് പറയില്ല എന്ന് പറഞ്ഞു. എല്ലാം മറന്നുപോയി, അമ്മയ്ക്ക് ഇപ്പം എന്താ വേണ്ടെന്ന് പറയാൻ പറഞ്ഞു. പക്ഷേ ഞാനൊന്നും മറന്നിട്ടില്ല എന്ന് അമ്മ അന്നേരം പറയുക. ഞാനും എൻ്റെ മോനും അനുഭവിച്ചതൊക്കെ മറക്കണമെങ്കിൽ ഞാൻ മരിക്കണമെന്ന് അമ്മ രാജലക്ഷ്മിയോട് പറയുന്നു. എടി ജോലിക്കാരി വന്നില്ലെങ്കിൽ ഉടനെ ഹോട്ടലിൽ നിന്ന് കഴിക്കാൻ ചാടി പുറപ്പെടുന്ന നിൻ്റെ ഈ രീതി ഉണ്ടല്ലോ, അത് തന്നെയാ ഈ വീട്ടിൽ പണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നെന്ന് പറയുമ്പം, അല്ല അമ്മ അത് പിന്നെ പറഞ്ഞ് നിൽക്കുക, നിനക്കും മെയ് ഇറങ്ങി ഒന്നും ചെയ്യാൻ മേലല്ലേ, അതിനി എന്തായാലും നടക്കില്ല, നീ ഭക്ഷണം ഉണ്ടാക്കിയേ പറ്റൂ, എനിക്ക് വേണ്ടുന്നതല്ല നീ തന്നെ ഉണ്ടാക്കി തരണം, ഇന്ന് മുതൽ ഈ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. അമ്മ എനിക്ക് വിശന്നിട്ട് വയ്യാന്ന് പറഞ്ഞ രാജലക്ഷ്മി കുറച്ച് പച്ചവെള്ളം എടുത്ത് കുടിച്ചിട്ട് അടുക്കളയിലേക്ക് കയറാൻ പറഞ്ഞു. അങ്ങനെ അമ്മ വന്നിട്ട് മരുമകളെ കൊണ്ട് പണി ഏൽപ്പിക്കുന്ന വിശ്വൻ നല്ല ആസ്വദിച്ച് നോക്കി നിന്ന് കാണുക. എടി ഒരു വീട്ടിൽ വീട്ടമ്മയായ നല്ല ഭക്ഷണം ഉണ്ടാക്കാൻ അറിഞ്ഞിരിക്കണം. ഈ വീടിനൊരു ഐശ്വര്യക്കേടുണ്ടെന്ന് നിനക്ക് തോന്നിയിട്ടില്ലേടി? എന്താ ഐശ്വര്യക്കേട്? ഇതൊക്കെ വിശ്വന് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ കാരണം എന്താണെന്ന് നിനക്ക് അറിയാവോ? എന്ത്? അപ്പം നീയാ നിൻ്റെ ഇത്തരം പ്രവർത്തികളാ. ആ ദോഷം മാറ്റാനാ ഞാനിപ്പോൾ ഇങ്ങോട്ട് താമസം മാറ്റിയത്, നീ അടുക്കളയിൽ കയറാൻ പറഞ്ഞു. അങ്ങനെ രാജലക്ഷ്മിയെ അടുക്കളയിൽ കയറ്റി അടങ്ങുമെന്ന് പറഞ്ഞ അമ്മായിമ്മ അങ്ങ് പോയി. അമ്മയെ പേടിച്ച് മകൾ അടുക്കളയിലേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ വിശ്വൻ ഇങ്ങനെ വായും പൊത്തിപ്പിടിച്ച് ഭയങ്കര ചിരി. എന്തിനാണ് നീ ചിരിക്കുന്നതെന്ന് ചോദിച്ചു. എന്നിട്ട് മോനിട്ട് 2 തല്ലും കൊടുത്തിട്ട് ഓന്ന് പറഞ്ഞ് തുള്ളിച്ചാടി രാജലക്ഷ്മി അടുക്കളയിലേക്ക് പോണു. അപ്പം സവോള പച്ചമുളക് അതും ഇതൊക്കെ എടുത്ത് കൊടുത്തിട്ട് ഇതൊക്കെ അരിയാൻ പറഞ്ഞു. ഇതൊക്കെ ഞാൻ തന്നെ അരിയണോ എന്ന് ചോദിച്ചു. നീ തന്നെ അരിയണമെന്ന് പറഞ്ഞു. പിന്നെ ഇങ്ങനെ പിടിച്ച് നിന്ന് അരിച്ചൽ തുടങ്ങിയിട്ടോ. അപ്പോഴത്തേക്കും ഇന്ദ്രൻ അങ്ങോട്ടേക്ക് വന്നു. ഇതെന്താ ഇവിടെ എന്ന് ചോദിച്ചു. അതെ തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കയറി നിൻ്റെ അമ്മയ്ക്ക്, അതിൻ്റെ കേടാ ഇവൾക്ക് എന്നും പറഞ്ഞിട്ട് അച്ഛമ്മ ഇങ്ങനെ പറഞ്ഞപ്പം, അതെ ഞാൻ ഉടനെ അകത്തുനിന്ന് കഴിക്കേണ്ടി വരുമോ അതേ പുറത്തുനിന്ന് കഴിക്കേണ്ടി വരുമോ എന്ന് ചോദിച്ചു ഇന്ദ്രൻ. അപ്പോഴേക്കും പാവും മോനെ, പിന്നെ ഈ മോനും കൂടി സവോളയൊന്ന് ശരിയാക്കി തന്നാൽ മതി എന്ന്. അപ്പം ഞാനോ സവോള ശരിയാക്കാനോ ഇന്ദ്രൻ ചോദിച്ചപ്പോൾ, എന്താ മോനെ ചെയ്താൽ?
എടാ അടുക്കളയിൽ കയറി ജോലി ചെയ്യുന്നതേ അത്ര മോശം കാര്യമൊന്നും അല്ലടാന്ന് അച്ചമ്മ പറഞ്ഞു കൊടുക്കുക ഇന്ദ്രന്. ആണും പെണ്ണും തമ്മിൽ തുല്യത വേണമെങ്കിലേ പെണ്ണ് ചെയ്യുന്ന എല്ലാ ജോലിയും ആണും ചെയ്യണമെന്ന് പറഞ്ഞു. അതിപ്പോൾ നടന്നോ തന്നെയെന്ന് പറഞ്ഞ് ഇന്ദ്രൻ ഇങ്ങനെ നിൽക്കുക. പഴയ കാലമൊന്നും അല്ല മോനെ, ഭരിക്കാനും കുറ്റപ്പെടുത്താനും മാത്രമായി ഒരാണിനെയും ഒരു പെണ്ണും ആഗ്രഹിക്കില്ല എന്നും പറഞ്ഞു. ഓഹോ, കൂട്ടുകാരൻ, എന്തിനും ഏതിനും കൂടെ നിൽക്കുന്ന ഒരു പങ്കാളി, അതാണ് ഇപ്പം അവൾക്ക് വേണ്ടതെന്ന് പറഞ്ഞു. ഓ, കൂട്ടുകാരൻ അല്ലേ? നീ അങ്ങനെ ഒരുത്തനായിരുന്നെങ്കിൽ ഒരിക്കലും നിന്നെയും നിന്റെ ഭാര്യയെയും ഉപേക്ഷിച്ച് അവൾ പോവില്ലായിരുന്നു. അതെങ്ങനെയാ? മക്കളെ നന്നായിട്ട് വളർത്താൻ അറിയണ്ടേ അമ്മമാരെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇന്ദ്രൻ അച്ഛമ്മയുടെ അടുത്ത് ചെയ്യില്ല. അപ്പോഴും കുറ്റം എനിക്കാണോന്നും ചോദിച്ച് രാജലക്ഷ്മി വഴക്കുണ്ടാക്കുക. സംശയിക്കേണ്ട, നീ തന്നെ തെറ്റുകാരിയെന്ന് അച്ഛമ്മ പറയുന്നു. അപ്പോഴേക്കും ഇന്ദ്രൻ കുറച്ച് വെള്ളമൊക്കെ എടുത്ത് കുടിക്കുക. മക്കൾ വന്ന് എന്തെങ്കിലും ആവശ്യം പറഞ്ഞാൽ അത് നടത്തി കൊടുക്കുന്നതല്ല ഒരു നല്ല അമ്മയുടെ ലക്ഷണം എന്നും പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. അപ്പോഴേക്കും അച്ഛമ്മ ഓരോന്നൊക്കെ പറയുന്നത് കേട്ടപ്പോൾ അതേ വാചകവടി നിർത്തിയിട്ട് നിങ്ങൾ വല്ല ഉണ്ടാക്കാൻ നോക്കും, കൂടുതൽ നിന്ന് വാചകം അടിച്ചാൽ നിങ്ങളുടെ കണ്ണിൽ ഞാൻ മുളകരച്ച് ചേക്കുമെന്ന് പറഞ്ഞു ഇന്ദ്രൻ. അപ്പോഴേക്കും അച്ഛമ്മ വർത്തമാനം അങ്ങ് നിർത്തി. എന്താ, അല്ലെങ്കിൽ ഈ കത്തിയെടുത്ത് ഞാനെന്ന് പറഞ്ഞു ഈ കത്തിയെടുത്ത് രണ്ട് കുത്തും കുത്തി ഭയങ്കര ഇത് ഇന്ദ്രനെ പേടിച്ച് ഇങ്ങനെ നിൽക്കുക. അപ്പോഴേക്കും ചങ്ങലക്കിടാറായി എന്ന് അച്ഛമ്മ പറഞ്ഞപ്പോഴത്തേക്കും അതേ ചങ്ങലക്കിടാൻ ഞാനെന്താ ഭ്രാന്തനാണോന്നും ചോദിച്ചുകൊണ്ട് ഇന്ദ്രൻ അങ്ങ് തുടങ്ങി കേട്ടോ. പിന്നെ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ ഈ സമൂഹത്തിലുള്ള ഒരാൾക്കൊരു പേരിടും, മനോരോഗി എന്ന്. ആ പേരും കൊണ്ട് നിങ്ങൾ ഇങ്ങോട്ട് വന്നാലുണ്ടല്ലോ, ഞാനങ്ങനെയല്ല, അതുകൊണ്ട് എനിക്ക് ആ പേര് ചേരില്ല. അത് മനസ്സിലാക്കാനേ അവളുണ്ടല്ലോ, അവൾ ആ പല്ലവി എന്ന് പറയുന്നവളോ അവൾക്ക് കഴിയുന്നില്ല. അതിൻ്റെ പ്രശ്നമാണ് ഞങ്ങൾ തമ്മിൽ, അല്ലാതെ വേറെ പ്രശ്നമൊന്നും അല്ല. പിന്നെ ഞാൻ വഴക്കുണ്ടാക്കുന്ന കേൾക്കാനേ അത്ര വലിയ സുഖമില്ല. എപ്പോഴാ എൻ്റെ ടെമ്പർ തെറ്റുന്നെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. അച്ചമ്മയാണെന്നൊന്നും ഞാൻ നോക്കത്തില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. കൈ കിട്ടി ഞാൻ തീർത്ത് കളയുമെന്ന് പറഞ്ഞു. നിങ്ങളെന്താണെന്ന് വെച്ചാൽ ഉണ്ടാക്കി ഇവിടെ കഴിക്കാൻ, ഞാൻ പുറത്തുനിന്ന് വെച്ചോളാമെന്ന് പറഞ്ഞ് ഇന്ദ്രൻ പുറത്തേക്കും പോയി. ഇന്ദ്രൻ പുറത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ ഈ സംസാരം എനിക്ക് തീരെ പിടിക്കുന്നില്ലെന്നും പറഞ്ഞിട്ടാണ് അങ്ങ് പോകുന്നത്, അച്ചമ്മയെ പറഞ്ഞ് പേടിപ്പിച്ചിട്ട്. പിന്നെ അച്ചമ്മ കമാന്നൊരു അക്ഷരം മിണ്ടിയില്ല. ഞാൻ പറഞ്ഞാൽ മനസ്സിലായോന്നും ചോദിച്ച് അങ്ങ് പോയി. പുള്ളിക്കാരി നിന്ന് സവാള അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് രാജലക്ഷ്മി. അപ്പോഴത്തേക്കും വിശ്വൻ അങ്ങോട്ടേക്ക് വന്നു. വല്ല ആവശ്യം ഉണ്ടായിരുന്നു ഏട്ടനെ ഇങ്ങനെ ദേഷ്യം പിടിപ്പിക്കാമെന്നും ചോദിച്ച്. നോക്കിയും കണ്ടൊക്കെ നടന്നു അച്ചമ്മ. മാതമ്പൊട്ടിയെ നടക്കുക, ചാവട്ടി അരച്ച് കളയും ചേട്ടനെന്നും പറഞ്ഞു. സുഹൃത്തക്ഷയം അല്ലാണ്ട് എന്താടാ. അപ്പോഴേക്കും ഒരു ചിരിയും ചിരിച്ച് നമ്മുടെ ചേച്ചി ഇങ്ങനെ നിന്ന് ഞരടിക്കൊണ്ട് നിൽക്കുമ്പോൾ എടി ഇന്നത്തേക്കും വല്ല ആവുമെന്ന് ചോദിച്ചോണ്ട് ഒരു ഒറ്റ തട്ടായിരുന്നു അമ്മ. ഇതൊന്നൊരു പാടൊന്നും ചോദിച്ചു രാജലക്ഷ്മി. പിന്നെ അങ്ങനെ ആ ഒരു ഇതങ്ങനെ അവർ വർത്താനമൊക്കെ ആയിട്ട് അങ്ങ് പോയി. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ സേതുവും പല്ലവിയും കൂടെ ഒരു സാറിനെ കാണാൻ വന്നിരിക്കുക. അപ്പോൾ സേതുമാധവൻ നല്ല പേര്, നമ്മൾ ആദ്യമായിട്ടല്ലേ കാണുന്നതെന്നൊക്കെ ചോദിച്ചപ്പോൾ അതേന്ന് പറഞ്ഞു. ഇതാരാന്ന് ചോദിച്ചു. അപ്പോൾ ഇതെൻ്റെ ഒരു ഫ്രണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ പരിചയപ്പെടുത്തുക. അപ്പോൾ ഇങ്ങനെ ഇവർ തമ്മിൽ സംസാരിച്ചു. പിന്നെ നമ്മുടെ മാധവനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. മാധവൻ സാർ എന്ന് പറയുന്നത് ജീവിതത്തിൽ ഇത്രയും കൃത്യനിഷ്ഠയുള്ള ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. വളരെ വളരെ ജെന്യുവനായിരുന്നു അദ്ദേഹം, വളരെ കൃത്യമായിരുന്നു അദ്ദേഹം. അത് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ വിജയരഹസ്യം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഇങ്ങനെ പറയാം. പെട്ടെന്നായിരുന്നല്ലോ അദ്ദേഹത്തിൻ്റെ മരണം. ആ കുട്ടിയുടെ പേര് എന്തായിരുന്നു, ഞാൻ മറന്നുപോയി. ആ സ്ഥാപനം മാനേജ് ചെയ്യുന്ന ആ കുട്ടി, അപ്പോൾ ഋതിക. യെസ്, ആ കുട്ടിയെ ഞാൻ വിളിച്ചിരുന്നു. തിരിച്ച് മറുപടിയൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് സേതുമാധവനെ കാണാമെന്ന് വെച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ സാർ, എന്താ കാര്യം? പിന്നെ ബാങ്ക് ഒരാൾ വിളിച്ച് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എപ്പോഴായിരിക്കും എന്ന് ചോദിച്ചപ്പോൾ ഇവരാകെ ഇതായിട്ടിരിക്കുക. കുടിശ്ശിക അടയ്ക്കാതിരിക്കുമ്പോഴാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും സേതു ഇങ്ങനെ അന്തം വിട്ടു. അത് തന്നെയാണ് പൂർണിമ ടെക്സ്റ്റൈൽസിൻ്റെ പ്രശ്നവും എന്നും പറഞ്ഞു. അങ്ങനെ ധൃതിക കാണിച്ച തട്ടിപ്പുകളൊക്കെ നമ്മുടെ സേതു അറിയുക. ലോണിൻ്റെ തവണകളൊക്കെ മുടങ്ങിക്കിടക്കുകയാണെന്നും അതിൽ മേനോൻ സാറ് ജീവിച്ചിരിക്കുമ്പോൾ എടുത്ത തവണകളും ഉണ്ട്, പുതുതായി ഋതുക വന്നതിന് ശേഷം എടുത്ത ലോണുകളും ഉണ്ട്. എത്രയും പെട്ടെന്ന് തിരിച്ചടച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് ആക്ഷൻ എടുക്കാതിരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ കേട്ട് സേതു വല്ലാണ്ടായിരിക്കാം. പിന്നെ അത്തരൊരു സിറ്റുവേഷനിലേക്ക് ഞങ്ങൾ എത്തിക്കരുതെന്നും പറഞ്ഞു. അങ്ങനെ മാനേജർ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട് ഞെട്ടി നിൽക്കുക. നിങ്ങൾ ഇനിയും കാശ് തിരിച്ചടച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് ബാങ്കാണ്, ബാങ്കിൻ്റെ രീതികളും കാര്യങ്ങളും നോക്കിയേ പറ്റുമെന്നും പറഞ്ഞു സാറ്. ഇത് കേട്ടപ്പോൾ സേതുവും പല്ലവിയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക കേട്ടോ. അവരാകെ വല്ലാതെയായി. അതിനുശേഷം ഇവർ പുറത്തേക്ക് വന്നിട്ട് ഇതിനെപ്പറ്റി സംസാരിക്കുകയാണ്. അപ്പോൾ ആകെ തകർന്നു നിൽക്കുന്ന സേതുവിന് കരുത്തായി നമ്മുടെ പല്ലവി മാത്രമേ കൂടെയുള്ളൂ. അപ്പോൾ പല്ലവി ഇങ്ങനെ സേതുവിനെ സമാധാനിപ്പിച്ച് കൂടെ നിൽക്കുകയാണ്. അപ്പോൾ ഇനി വരുന്ന പ്രശ്നങ്ങൾ എന്താവും എന്ന് ഓർത്തിട്ട് നിൽക്കുന്ന നമ്മുടെ സേതുവിനോട് പൂർണിമ ടെക്സ്റ്റൈൽസിൻ്റെ ബാലൻസ് ഷീറ്റ് ഞാനൊന്ന് പരിശോധിച്ചു. പരിതാപകരമാണ് അവസ്ഥ എന്നുള്ള കാര്യം നമ്മുടെ പല്ലവി പറയുക. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും സ്റ്റാഫ് ക്വാർട്ടേഴ്സിൻ്റെ പണി കിടക്കുന്നത് കണ്ടില്ലേ എന്ന് സേതു ചോദിക്കുകയാണ്. എഴഞ്ഞു തന്നെയാണ് നീങ്ങുന്നതെന്ന് പറയുമ്പോൾ കഴിഞ്ഞ കുറേ മാസങ്ങളായി വരവ് കുറവും ചെലവ് കൂടുതലുമാണെന്ന് പല്ലവി അന്നേരം പറഞ്ഞു കേട്ടോ. അപ്പോൾ അത് ടാലി ചെയ്യാൻ വേണ്ടി ബാങ്കിൽ നിന്ന് ഓവർ ഡ്രാഫ്റ്റ് എടുത്തു. അങ്ങനെയൊക്കെയാണ് വന്നത്. പിന്നെ അതൊരു വലിയ പ്രശ്നമായി മാറി. തിരിച്ചടയ്ക്കാനൊക്കെ പറ്റണ്ടേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ പല്ലവി ഇങ്ങനെ പറയാം. എവിടെയോ എന്തോ ഒരു പ്രശ്നമുണ്ട് സേതു ഏട്ടാ. ഒന്നെങ്കിൽ ഋതിക
ഋതുവിന് ഈ പണി അറിയില്ല, സ്ഥാപനം മാനേജ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ പിന്നെന്താണെന്ന് സേതു ചോദിച്ചു. അല്ലെങ്കിൽ അവൾ മനഃപൂർവ്വം ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണെന്ന് പറഞ്ഞു. അവൾ മനഃപൂർവ്വം ഇങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചപ്പം അല്ലെങ്കിൽ പിന്നെ ആവശ്യത്തിൽ കൂടുതൽ പർച്ചേസ് നടത്തിയിട്ടും ഇതുപോലെയൊക്കെ വരുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലെന്ന് പല്ലവി പറഞ്ഞു. ഞാനിനി എന്ത് ചെയ്യേണ്ട പല്ലവി എന്ന് ചോദിച്ചപ്പോൾ പല്ലവി ഋതികയെ ചെന്ന് കാണാനായിട്ട് പറയാം, അവളുമായിട്ട് സംസാരിച്ചാൽ നന്നായിട്ടിരിക്കും എന്നും പറഞ്ഞു. അപ്പോൾ എന്താണ് അവളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്ന് അറിയാമല്ലോ, പിന്നെ ഇതിനുള്ള വ്യക്തമായ ഒരു റീസൺ അവളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് അറിയുന്നതിൽ എന്തത്ര തെറ്റെന്ന് ചോദിച്ചു പല്ലവി. എന്തെങ്കിലും ഒരു സാമ്പത്തിക പ്രതിസന്ധി വന്ന സ്ഥാപനം പൂട്ടിപ്പോയാൽ ആർക്കായിട്ടാ അതിൻ്റെ നാണക്കേട് എന്ന് പല്ലവി ചോദിക്കുക. അങ്ങനെ വല്ലതും സംഭവിച്ച എല്ലാവരും സേതുവിനെ കുറ്റപ്പെടുത്തില്ലേ എന്ന് ചോദിച്ചു. അതുകൊണ്ട് ചോദിക്കണം, ചോദിച്ചേ പറ്റൂ, എന്താണ് ഋതുവിന് പറയാനുള്ളതെന്ന് അറിഞ്ഞേ പറ്റൂ എന്ന് പറഞ്ഞ് പല്ലവി സേതുവിനെ ഋതികയുടെ അടുത്തേക്ക് പറഞ്ഞു വിടുക. ഋതിക അവിടെ കാത്തിരിപ്പുണ്ട്. സേതു ഋതികയെ കാണാനായിട്ട് ചെന്നു കഴിഞ്ഞപ്പം മേഡത്തിനെ ഒന്ന് കണ്ടൊരു കാര്യം സംസാരിക്കാൻ വന്നതാണെന്ന് പറഞ്ഞു. എന്താണോ ചോദിച്ചപ്പോൾ ഞാൻ എവിടെ ഉണ്ടെന്ന് താൻ എങ്ങനെ അറിഞ്ഞു എന്ന് ഋതിക സേതുവിനോട് ചോദിക്കാം. അപ്പം അവിടെ ക്യാമ്പിൽ നോക്കിയപ്പോൾ കണ്ടില്ല, മാനേജറാ പറഞ്ഞു ഇവിടെ ഉണ്ടെന്ന്. എന്നാ ഒന്ന് വിളിച്ചു ചോദിച്ചിട്ടൊക്കെ വന്നൂടെ? അതെങ്ങനെയാ? മാനേഴ്സ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അറിഞ്ഞിട്ട് വേണ്ടേ? അപ്പോൾ ആ വാക്കിൻ്റെ അർത്ഥമൊന്നും നീ എന്നെ പഠിപ്പിക്കണ്ടെന്ന് സേതു അന്നേരം പറയാം. അത് നിനക്കറിയാമായിരുന്നെങ്കിൽ നീ ഇങ്ങനെ ചെയ്യില്ലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനെന്ത് ചെയ്തു എന്നാ? ബാങ്കിൻ്റെ മാനേജർ എന്നെ വിളിപ്പിച്ചിരുന്നു. ഞാൻ കരുതിയത് പൂർണിമ ടെക്സ്റ്റൈൽസിൻ്റെ സാമ്പത്തിക അടിത്തറ ഭദ്രമാണെന്നുള്ളതാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഋതിക ഒന്നും അല്ലാതിരിക്കുക. അതങ്ങനെ അല്ല എന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായതെന്നും പറഞ്ഞു. അതിന് കാരണക്കാരി നീ ഒറ്റ ഒരുത്തിയാണെന്ന് പറഞ്ഞപ്പോഴും ഋതിക ചിരിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുക കേട്ടോ. നമുക്ക് ഒരുപാട് കടമുണ്ടല്ലേ, അപ്പോൾ ബിസിനസ് അല്ലേ, കടമൊക്കെ ഉണ്ടാകാതിരിക്കുമോ എന്ന് ചോദിച്ച് കളിയാക്കുന്നു. കടം വാങ്ങുന്നത് തെറ്റൊന്നുമല്ല, പക്ഷേ അത് കൃത്യമായി തിരിച്ചടയ്ക്കണമെന്ന് സേതു പറഞ്ഞു കൊടുക്കുക. എന്തുകൊണ്ടാണ് നിനക്കതിന് കഴിയാതെ പോയത്? അതൊക്കെ എന്തിനാ താനറിയുന്നതെന്ന് ഋതിക നേരം ചോദിക്കാം. പന്തൽ കെട്ടാൻ വന്നവൻ അത് കെട്ടിയിട്ട് പോയാൽ മതിയെന്നും പറഞ്ഞ ഋതിക സേതുവിനെ കളിയാക്കുക. എനിക്ക് കുറേ ബിസിനസ് ഐഡിയാസ് ഉണ്ട്, ഞാൻ അതിനനുസരിച്ച് ചെയ്യും, എന്നെ ഉപദേശിക്കാനും മാത്രമുള്ള വിദ്യാഭ്യാസമൊന്നും നിങ്ങൾക്കില്ലെന്നും പറഞ്ഞ ഋതിക ഇങ്ങനെ പറഞ്ഞു. സ്വന്തം നിലയും വിലയും നോക്കിയിട്ട് വേണം ഋതികയോട് സംസാരിക്കാനെന്ന് പറഞ്ഞു. സേതുവിന് ദേഷ്യം വന്നു. സേതു ഇങ്ങനെ നിൽക്കുക. വരവിനേക്കാളും കൂടുതൽ ചിലവ് വരരുത്, അങ്ങനെ വന്നാൽ കടം വാങ്ങേണ്ടി വരുമെന്നും പിന്നെ കടം വാങ്ങിയാലേ കൃത്യമായി അത് തിരിച്ചു കൊടുക്കാനും പറ്റണമെന്നുള്ള കാര്യങ്ങൾ നമ്മുടെ സേതു പറയാം. അല്ലെങ്കിൽ കടക്കണിയിൽ പെടുവെന്നും സ്ഥാപനം പൂട്ടിപ്പോകുമെന്നും. അതൊക്കെ കേട്ടിട്ടും ചിരിച്ചുകൊണ്ടിരിക്കുക ഋതിക. ഏത് ബിസിനസ്സിൻ്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് ഞാനിപ്പോൾ പറഞ്ഞതാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഋതിക കളിയാക്കുക സേതുവിനെ. അതറിയാനേ ബിസിനസ് അഡ്മിനിസ്ട്രേഷനൊന്നും പഠിക്കേണ്ട കാര്യമില്ല, സാധാരണ കച്ചവടക്കാരൻ്റെ ബുദ്ധിശക്തി മാത്രം മതിയെന്ന് സേതു പറയുമ്പോൾ താനെ തന്നെ കളിയാക്കുവാണെന്ന് ചോദിച്ചു ഋതിക. അപ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രണ്ടും പറഞ്ഞു ഋതിക. എന്നിട്ട് സേതുവിനെ അടിച്ചിറക്കാൻ നോക്കുക. അപ്പോൾ എനിക്ക് നിങ്ങളെ ചവിട്ടി പുറത്താക്കാൻ വേണ്ടി തന്നെയാണ് നിങ്ങൾ ഈ കല്യാണം എവിടുന്നെടുത്ത് നടത്തും, അത് തന്നെയായിരുന്നു എനിക്ക് വേണ്ടത്. നിങ്ങൾ നാണം കെടും, നിങ്ങൾ നോക്കിക്കൊള്ളാൻ പറഞ്ഞു. അപ്പം നീ മുടക്കാൻ പോകുന്ന നിന്റെ കൂടപ്പറപ്പിൻ്റെ കല്യാണമാണെന്ന് നീ മറന്നു പോകരുത് എന്ന് സേതു പറയുമ്പോൾ ഋതിക കൂസലില്ലാതിരിക്കാം. സേതുമാധവൻ ഒറ്റ തന്തയേ ഉള്ളൂ, ഒറ്റ വാക്കേ ഉള്ളൂ എന്ന് സേതു ഇവളോട് വെല്ലുവിളിക്കുക കേട്ടോ. അപ്പോൾ അച്ചുവിൻ്റെ കല്യാണം നടത്തുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞാൻ നടത്തിയിരിക്കുമെന്നും ഋതികയോട് സേതു വെല്ലുവിളിക്കുക. അത് ആരും എതിർത്താലും ഞാൻ നടത്തുമെന്നും പറഞ്ഞു. ഗെറ്റ് ലോസ്റ്റ് എന്നും പറഞ്ഞുകൊണ്ട് സേതുവിനെ അവിടുന്ന് പുറത്താക്കാനായിട്ട് നോക്കുവാണ് ഋതിക. അപ്പം താൻ ഇവിടുന്ന് ഇറങ്ങിപ്പോടോന്നും പറഞ്ഞുകൊണ്ട് ഇറക്കി വിടുക. ഈ സമയത്ത് ശല്യം എന്നും പറഞ്ഞുകൊണ്ട് ഋതിക ഇങ്ങനെ ഇരിക്കുക കേട്ടോ. നമ്മുടെ സേതു മീശ വിരിച്ച് കാണിച്ചിട്ട് അവളുടെ അരികളിൽ നിന്നൊരു പോക്കങ്ങ് പോയി. പക്ഷേ താൻ ജയിച്ചു എന്നുള്ള ഭാവത്തിലിരിക്കുന്ന ഋതികയ്ക്ക് അറിയില്ലല്ലോ ഋതിക തോറ്റ് തുന്നം പാടി നിൽക്കുകയാണ്, പ്രതാപനെല്ലാം അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്. എന്തായാലും അങ്ങനെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ, ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥമേ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ 1000 നന്ദി അറിയിച്ച് നിർത്തുന്നു. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. ടാറ്റാ.